ഇപ്പൊ നമ്മൾ എടുക്കുന്ന ശ്വാസം തിരിച്ചു വിടാൻ പറ്റില്ലെങ്കിൽ തീർന്ന് മനുഷ്യ. ഞാൻ ഇന്ന് വരില്ല. ഇവിടെ എന്ത് രാജേഷ്, നീയാണെങ്കിൽ വേറെ ഇസ്മയില്ല ലാസ്റ്റ് 7 minutes എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ എന്ത് പറ്റി? നിനക്കറിയാം ഈ 7 minutes എന്തിനാണ് സംഭവം? എടാ, നമ്മൾ മരിക്കണതിന് 7 minute മുന്നേ നമ്മളെ മനസ്സിൽ എന്തൊക്കെ വിചാരങ്ങൾ വരുമായിരിക്കും, നമ്മളെ മൈൻഡ് എങ്ങോട്ട് പോകുമായിരിക്കും, നീ ഒന്ന് ആലോചിച്ച് നോക്കും. എടാ, അത് നമുക്ക് ഏറ്റവും കൂടുതൽ ബോണ്ടായിട്ട് തോന്നണവരാ ലാസ്റ്റ് 7 minutes കാണും. അതുകൊണ്ടാണ് ഞാൻ നോട്ട് ഇട്ടത്. അപ്പൊ നീ ഉദ്ദേശിക്കണെന്ന് വെച്ചാ നമുക്ക് അത്രക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ നമ്മൾ മരിക്കുന്നതിന് 7 minute മുമ്പേ നമ്മൾ കാണും, അതല്ലേ നീ ഉദ്ദേശിച്ചത്? എടാ, നിനക്കിപ്പം കാര്യം മനസ്സിലായില്ല. എടാ, എന്നാ പിന്നെ എനിക്ക് ആ 7 minute വേണ്ട. നമ്മൾ എന്തായാലും ചിന്തിക്കുമ്പം നമ്മൾ ഇത്രയും വളർത്തി വലുതാക്കിയ, നമ്മളെ മൊത്തം കൂടെ ഉണ്ടായിരുന്ന, ഒരു വീഴ്ചയിലും താങ്ങിയ, അവര് കഷ്ടപ്പെട്ടിട്ട് നമ്മളെ കഷ്ടപ്പാട് അറിയിക്കാതെ ഇത്രയും വളർത്തി വലുതാക്കി അവരെല്ലട കാണും. മരിക്കാൻ തോന്നൂടാ. ഇല്ലടാ, ലാസ്റ്റ് 7 minute വേണ്ട, എനിക്ക് വേണ്ട. പക്ഷെ എനിക്ക് കാണാടാ അത്. കാരണം ഇപ്പൊ നേരിട്ട് കാണാൻ പറ്റാത്ത ഒരുപാട് പേരെ എനിക്ക് അപ്പോഴും കണ്ടിട്ട് പോണം. എനിക്ക് 7 minute വേണ്ട, 10 minute വേണ്ട, സുഖമായിട്ട് ഇത്തിരി മരിച്ചാണ്. ഓടെ അതും ശരിയാണ്. ഈ കാലത്തൊക്കെ ഒരു സുഖമരണം കിട്ടണമെങ്കിൽ അതൊരു ഭാഗ്യമാണ്. ഇടി, നീ ഇപ്പം മരിക്കണം എന്ന് പറഞ്ഞാൽ 7 minute കാര്യം ഇട്ടാലും നിന്റെ കയ്യിലല്ല. ഇടി, ജീവൻ എന്ന് വെച്ചാൽ മനുഷ്യന്റെ കയ്യിലേ അല്ല. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ എടുക്കുന്ന ശ്വാസം തിരിച്ചു വിടാൻ പറ്റില്ലെങ്കിൽ തീർന്ന് മനുഷ്യ ഒന്നുമല്ല. ഇപ്പൊ എത്ര ഗുണ്ടെന്നാ, എത്ര വലിയവനെന്ന്, എത്ര പണക്കാരൻ, എത്ര പാവപ്പെട്ടവൻ, എങ്ങനെയായാലും മരിക്കുമ്പോ ഒരിടത്തേ പോകും. ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി. എത്ര അഹങ്കാരിയായാലും ശ്വാസം എഴുതി വിടാൻ പറ്റിയില്ലെങ്കിൽ അവൻ വെറും ശവം. പിന്നെ ഒരു കാര്യം, മരിച്ച എല്ലാവരും മണ്ണിന്റെ അടിയിലേ പോണുള്ളൂ. അതെപ്പോഴും ഓർമ്മിച്ചു. മരിച്ച മണ്ണിന്റെ അടിയിലേ പോണുള്ളൂ.